നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെയും ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലാനറ്റായ ശുക്രനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ ഉണ്ടാവില്ല. ഇൻ്റർനെറ്റ് നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണ് തുറന്നു തരുന്നത്. ഒന്നുകിൽ വെറുതെ വിനോദത്തിനായി സമയം കളയാം, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരാനായി അത് ഉപയോഗിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അതായത് സ്വയം വളരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ അതിശക്തമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ്, ശുക്രനെക്കുറിച്ച്. ലോകത്തുള്ള സകല കലകളും സൗന്ദര്യബോധവും നിയന്ത്രിക്കുന്നത് ശുക്രനാണ്. ഒരാൾക്ക് നല്ല അഭിരുചി ഉണ്ടോ, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന പെർഫ്യൂം, ആഭരണങ്ങൾ എന്നിവയിലെല്ലാം ശുക്രന്റെ സ്വാധീനമുണ്ട്. നമ്മൾ ഒരു മനോഹരമായ ക്ലാസിക്കൽ പെയിൻറ്റിങ് കാണുന്നു, അത് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു. ഇതിന് കാരണം ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നതാണ്. എന്നാൽ ചില മോഡേൺ ആർട്ടുകൾ കണ്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാകില്ല, എങ്കിലും അത് ലോക പ്രശസ്തമായിരിക്കും. അവിടെയും ശുക്രനുണ്ട്, പക്ഷേ അത് മറ്റൊരു ഭാവത്തിലാണെന്ന് മാത്രം. ചുരുക്കത്തിൽ സ്ത്രീത്വം, പ്രണയം, ആഡംബരം എന്നിവയുടെ എല്ലാം പ്രതീകമാണ് ശുക്രൻ. ഇന്നത്തെ കാലത്ത് പലരും നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അവരുടെ ജാതകത്തിലെ ശുക്രന്റെ സ്ഥാനമാണ്. എന്താണ് ശുക്രൻ എന്ന് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും പ്രതീകമാണ്. ഐശ്വര്യം, സ്നേഹം, സന്തോഷം എന്നിവയെല്ലാം ഇതിൽ വരും. ശുക്രൻ എന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തി അല്ലെങ്കിൽ ഊർജം തന്നെയാണ്. സമ്പന്നരായ ആളുകളോട് ചോദിച്ചാൽ അവർ ഒരു കാര്യം സമ്മതിക്കും: കയ്യിൽ എത്ര കോടികളുണ്ടെങ്കിലും ശരീരം രോഗാതുരമായാൽ അതൊന്നും അനുഭവിച്ചു തീർക്കാൻ കഴിയില്ല. അസുഖം വരുമ്പോൾ സ്വന്തം ആരോഗ്യം തിരിച്ചു കിട്ടാൻ അവർ എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാകും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശരീരം തന്നെയാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സുഖസൗകര്യങ്ങളോടെ ജീവിക്കുക, ഇതെല്ലാം ശുക്രന്റെ സ്വാധീനമാണ്. അതുപോലെ തന്നെ കല, കവിത, പ്രണയം, ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ ഗ്രഹത്തിന്റെ കീഴിലാണ്. എന്തുകൊണ്ടാണ് പലർക്കും ശുക്രൻ അനുകൂലമല്ലാത്തത് എന്ന് ചോദിച്ചാൽ, ഈ ഗ്രഹത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവില്ല എന്ന് തന്നെയാണ് ഉത്തരം. ജീവിതം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം വലിയ പാർട്ടികൾ നടത്തുകയോ പണം ദൂർത്തടിക്കുകയോ ചെയ്യുക എന്നല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നു എന്ന ബോധത്തെ ആഘോഷിക്കുക എന്നാണ്. ഓരോ ദിവസവും ഒരു വലിയ അവസരമാണ്. നമ്മളിൽ പലർക്കും ഒരു സ്വഭാവമുണ്ട്: നല്ലൊരു വസ്ത്രം കിട്ടിയാൽ അത് ഏതെങ്കിലും കല്യാണത്തിനോ വലിയ ചടങ്ങുകൾക്കോ ഇടാൻ വേണ്ടി മാറ്റിവെക്കും. നല്ല പാത്രങ്ങൾ വിരുന്നുകാർ വരുമ്പോൾ മാത്രം ഉപയോഗിക്കും. എന്തിന്? ഒരു പുതിയ ഷൂസ് പോലും പുറത്തു പോകുമ്പോൾ മാത്രം ധരിക്കും. പക്ഷേ ഓർക്കുക, ജീവിതമാണ് ഏറ്റവും വലിയ വിശേഷം. നിങ്ങളുടെ ഈ ശരീരം ആ പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടിയാണ്. അതിനോട് സ്നേഹം കാണിക്കൂ. പഴകിയതോ പ്രിസർവേറ്റീവ് ചേർത്തതോ ആയ ഭക്ഷണങ്ങൾ നൽകി ശരീരത്തെ ബുദ്ധിമുട്ടിക്കരുത്. പുതിയതും ആരോഗ്യകരവുമായ ഭക്ഷണം കഴിച്ച് ശരീരത്തെ പോഷിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മക ഊർജത്തെ പുറത്തെടുക്കാൻ സമയം കണ്ടെത്തൂ. ചിത്രം വരയ്ക്കുകയോ നൃത്തം ചെയ്യുകയോ പാട്ടുപാടുകയോ ഇതെല്ലാം ശുക്രനെ ഉണർത്താനുള്ള വഴികളാണ്. മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പരിചരിക്കുക എന്നതാണ്. അവർക്ക് വേണ്ടി ചിലവാക്കുന്നതിൽ മടി കാണിക്കരുത്. കാരണം ഒരു വീട്ടിലെ സ്ത്രീകൾ സന്തോഷവതികളും സുന്ദരികളുമായി ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലെ ശുക്രൻ ബലപ്പെടുന്നത്. ജീവിതം ഓരോ നിമിഷവും സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും നേരിടുക. ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി കാത്തിരുന്ന് ഇന്നത്തെ സന്തോഷം കളയരുത്. പ്രണയമാണ് ശുക്രന്റെ ഏറ്റവും വലിയ ദാനമെന്ന് പലരും കരുതുന്നു. എന്നാൽ ശുക്രൻ ഉച്ചത്തിലെത്തുന്നത് മീനം രാശിയിലാണ്. മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്. ആഡംബരത്തിന്റെ ഗ്രഹമായ ശുക്രൻ എന്തുകൊണ്ടാണ് വ്യാഴത്തിന്റെ രാശിയിൽ ഉച്ചനാകുന്നത്? കാരണം ഒരാൾ ദൈവത്തോട് അല്ലെങ്കിൽ ആ മഹാപ്രപഞ്ചത്തോട് പ്രണയത്തിലാകുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. നമ്മുടെ ശരീരത്തെ ദൈവീകമായ കാര്യങ്ങൾക്കായി സമർപ്പിക്കുന്നതാണ് ശുക്രന്റെ ഏറ്റവും ഉത്തമമായ ഉപയോഗം. നിത്യജീവിതത്തിൽ ദൈവീകതയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ പരിമിതികൾ ഇല്ലാതാകുന്നു. എനിക്ക് ഇത്രേ കിട്ടൂ എന്ന ചിന്ത മാറി അപാരമായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ദൈവീകമായ അറിവുകൾ ലഭിക്കുമ്പോൾ ശുക്രൻ നമ്മുടെ ജീവിതത്തിൽ
മാന്ത്രികമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റം നിങ്ങളെ വിസ്മയിപ്പിക്കും എന്നതിൽ സംശയമില്ല. അതായത് നമ്മൾ ലൗകിക സുഖങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ പ്രപഞ്ചത്തിനോട് പ്രണയത്തിലാകുമ്പോഴാണ് ശുക്രൻ അതിൻ്റെ പരമോന്നത അവസ്ഥയിലെത്തുന്നത്. ദൈവികമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പരിമിതികൾ മാറാൻ തുടങ്ങും. ദൈവത്തിന് അതിരുകളില്ലല്ലോ, അതുപോലെ നിങ്ങളുടെ ഐശ്വര്യത്തിനും അതിരുകളില്ലാതാകും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. ചുറ്റുമുള്ളവർക്ക് സ്നേഹം നൽകൂ. ഓരോ നിമിഷവും ഒരു ഉത്സവമാക്കി മാറ്റൂ. അപ്പോൾ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ മാന്ത്രിക മാറ്റങ്ങൾ. അതുപോലെ തന്നെ ശുക്രൻ എന്നാൽ തീവ്രമായ ആഗ്രഹമാണ്. ശുക്രൻ ബലവാനാണെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തിൽ താല്പര്യവും ആവേശവും ഉണ്ടാവുകയുള്ളൂ. ആവേശമില്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. നിങ്ങളൊരു നടനോ സിനിമാക്കാരനോ ആയി പ്രശസ്തനാകണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു നിൽക്കണം. മീഡിയ, കല, സിനിമ തുടങ്ങിയ മേഖലകളിലെല്ലാം വിജയിക്കാൻ ശുക്രൻ്റെ അനുഗ്രഹം അനിവാര്യമാണ്. ശുക്രൻ ബലവാനായ വ്യക്തികൾ പ്രായമായാലും ചെറുപ്പമായി തോന്നും. ആ ഒരു ഊർജം ശുക്രൻ അവർക്ക് നൽകുന്നു. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആവേശം കണ്ടെത്താൻ ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.